കോഴിക്കോട് 32കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ പ്രതികളുടെ തെളിവെടുപ്പ് പൂർത്തിയായി. പീഡനം നടന്ന ഫ്ളാറ്റിൽ എത്തിച്ചാണ് തെളിവെടുത്തത്. പ്രതികൾക്ക് നേരെ ബിജെപി പ്രവർത്തകരുടെ ആക്രമണ ശ്രമം ഉണ്ടായി. സ്ഥാപനം അടച്ചുപൂട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനു മുമ്പേ പരാതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതിന് വ്യക്തമായൊരു ഇത് എടുക്കാത്തതുകൊണ്ടാണ് വീണ്ടും ഇവിടെ പ്രവർത്തിക്കുന്നത്. പീഡനം നടന്ന കോഴിക്കോട് ചേവരമ്പലത്തെ ലോഡ്ജ് പോലീസ് അടച്ചുപൂട്ടി. കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, എപ്പോഴായിരുന്നു പ്രതികളുമായുള്ള തെളിവെടുപ്പ്? അവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഉച്ചകഴിഞ്ഞ് 2:10 ഇന്നലെ അറസ്റ്റിലായ നിജാർ ഷുഹൈബ് എന്നിവരുമായി പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവെടുക്കാൻ നടപടികൾ ആരംഭിച്ചത്. പ്രതികളുമായി പോലീസ് വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞ ബിജെപി പ്രവർത്തകർ നേരത്തെ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. പ്രതികളുമായി പോലീസ് വാഹനം എത്തിയ ഉടനെ മുദ്രാവാക്യം വിളികളുമായി ബിജെപി പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. പ്രവർത്തകരെ വളരെ സമഗ്രമായി മാറ്റിയ ശേഷമാണ് തെളിവെടുപ്പ് നടത്തുവാൻ പോലീസിന് കഴിഞ്ഞത്. മുൻപും ഈ ഫ്ളാറ്റിൽ നിരവധി തവണ ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നും അതുകൊണ്ട് പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാവാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്നും ബിജെപി കൗൺസിൽ ആരോപിച്ചു. ഇതിന് പിന്നാലെ തെളിവെടുപ്പ് ഒരു 20 മിനിറ്റോളം നീണ്ടുനിന്നു. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ വാഹനത്തിന് മുമ്പിലെത്തി. തുടർന്ന് ഏറെ പണിപ്പെട്ടാണ് ഇരുവരെയും വാഹനത്തിൽ ഉള്ളിൽ പ്രവേശിപ്പിച്ചത്. വാഹനത്തിനുള്ളിൽ പ്രവേശിപ്പിച്ച പ്രതികളെ ബിജെപി പ്രവർത്തകർ ആക്രമിക്കുകയും ചെയ്തു. എന്തായാലും സംഭവം നടന്ന സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റ് അടച്ചുപൂട്ടുവാനുള്ള നിർദ്ദേശം പോലീസ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ അറസ്റ്റിലായ 2 പ്രതികളെ നേരത്തെ പോലീസ് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതി ഇവരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇന്ന് തെളിവെടുത്ത പ്രതികളെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും കോടതി ഇവരെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ശരി, സനോജ് സുരേന്ദ്രനാണ് കോഴിക്കോട് നിന്നും വിശദവിവരങ്ങൾ നൽകിയത്.